ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തിടുന്ന പായ്ക്കുകളോ നമ്മുടെ ഓയിലിനെ പറ്റി ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നര മാറാനായിട്ട്, അതായത് കുഞ്ഞി കുട്ടികൾക്കൊക്കെ ഇപ്പോൾ യാകാല നര എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും ഒരു 10-20 വയസ്സായാൽ തന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോ നര കാണാം അല്ലേ. നമ്മൾ പറയും പായ്യനരയാ, പറിച്ച് കളയരുതെന്നൊക്കെ. പക്ഷേ പറിച്ച് കളയണ്ട, അതിൻ്റെ റൂട്ടുണ്ടല്ലോ, അതിൻ്റെ റൂട്ട് ഇപ്പം ചിലരൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ വലിച്ചു പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ റൂട്ടിൽ നിന്ന് വീണ്ടും നര ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയും കേട്ടോ ചിലരൊക്കെ. അതുകൊണ്ട് നമ്മളത് വലിച്ചു പറിച്ചൊന്നും കളയണ്ട, അതവിടെ നിൽക്കട്ടെ, ഭാഗ്യനരയാണെങ്കിലോ. വെറുതെ പറഞ്ഞ കേട്ടോ. അപ്പോൾ അങ്ങനെ കുഞ്ഞിലേ മുതലേ തന്നെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് നരയെന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഞാൻ ഇന്നിവിടെ ഇടാനായിട്ട് പായ്ക്കുകളോ മാസ്കുകളോ ഒന്നുമല്ല പറയുന്നത്. ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് നമുക്ക് നല്ലൊരു റെമഡിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ചെയ്തു കൊടുക്കണം കേട്ടോ. കുറേ ആൾക്കാരോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവരൊക്കെ എനിക്ക് വാട്സപ്പിൽ വന്ന് പറയുന്നുണ്ട്, ചേച്ചി നരയ്ക്ക് ഒരുപാട് മാറ്റമുണ്ട്, ചേച്ചി എന്തുകൊണ്ടാണ് ഇത് യൂട്യൂബിൽ ഇടാത്തത്, വീഡിയോ ആയിട്ട് ഇടാത്തത് എന്തുകൊണ്ടാണ്? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലർക്കൊന്നും ഇത് ഇഷ്ടപ്പെടത്തില്ല. കാരണം ഒരുപാട് നരകൾ വന്നിട്ട് ഡൈ ചെയ്തും അതിന് വേണ്ടിയ, ഞാൻ ഡൈ അല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഡൈയിലോട്ട് പോവാതെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നാച്ചുറൽ റെമഡി ചെയ്ത് അങ്ങ് പോകണം. ഇതിപ്പോൾ എന്തേ ഞാൻ ഒരാഴ്ചയായി എൻ്റെ ഇവിടെയൊക്കെ നര പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. എൻ്റെ ഇവിടെ രണ്ടും എൻ്റെ ഈ സിന്ദൂരം തുടർന്നിടത്തൊക്കെയാണ് കുറ്റി നരകൾ ആദ്യം വരുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും ആ ഒരു അനുഭവം ഉണ്ടായിരിക്കും അല്ലേ. അപ്പം പിന്നെ അതിൻ്റെ പുറമെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തേച്ച് മറിച്ച് പോകുക എന്നല്ലാതെ ഡൈ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ എനിക്ക് പേടിയാണ്. എൻ്റെ ഓയിലൊക്കെ തേച്ച് എൻ്റെ മുഖമൊക്കെ നല്ല സൂപ്പറാക്കി വെച്ചേക്കുന്നിടത്ത് ഈ നെറ്റിയിലും ഒക്കെ നമുക്ക് ഡൈ തേച്ചാൽ മുഖത്തോട്ട് കറുപ്പ് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപാട് ജനങ്ങളുടെ ഞാൻ കണ്ടിട്ടുള്ളതാണ്, പാർലറിൽ വരുന്ന ഒരുപാട് പേരുടെ ശുഭേ നല്ല മുഖത്തിന് നല്ല കളർ ഉണ്ടായിരുന്നു കേട്ടോ. ഡൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫേഷ്യലും കൂടെ ചെയ്തു എന്ന് പറയുവേ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് നന്നായിട്ട് മുഖം നല്ല കളർ ഉണ്ടായിരുന്ന മുഖമൊക്കെ ഒന്ന് കളർ മങ്ങും, അത് ഉറപ്പുള്ള കാര്യമാണ് ഡൈ തേച്ച് പോയാൽ. പിന്നെ നമ്മുടെ സ്കാൽപ്പിന് വഴുക്കാണ്, പിന്നെ മുടിയെ കറുപ്പിച്ച് കൊണ്ടുപോകണമല്ലോ എന്നോർത്ത് എല്ലാവരും ഡൈ അങ്ങ് തേക്കുന്നതല്ലേ. എങ്കിലും പാർലറിൽ വരുന്ന ഒരുപാട് ജനങ്ങൾക്ക് ഞാൻ ഹെന്ന, അതായത് നീലയമരിയൊക്കെ ഇട്ട് പൊടിച്ച് വെച്ച ഹെന്നയായിരുന്നു എൻ്റെ ഹെന്ന കേട്ടോ. അപ്പം ബെർഗണ്ടി അല്ല നമ്മൾ സാധാ ഹെന്ന ഇടുമല്ലോ, ആ ഹെന്ന ബാക്കിലേക്കും ഇവിടെ മാത്രം ഞാൻ ഡൈ ഒക്കെ തേച്ച് കൊടുക്കും. ഡൈ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഹെന്ന തേച്ച് കൊടുക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഒരുപാട് പേരോട് പറഞ്ഞു മനസ്സിലാക്കി. അതുപോലെ തന്നെ എൻ്റെ പാർലറിൽ വരുന്ന ആൾക്കാരോട് പറയുന്ന പോലെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത്, നമ്മുടെ ഫാമിലിയിൽ 89.5K സബ്സ്ക്രൈബറായ നമ്മുടെ ബിഗ് ഫാമിലിയിലേക്ക് ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നത്. 89.5K എന്ന് പറയുമ്പം ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഓർക്കുമ്പോൾ അത്രയും സബ്സ്ക്രൈബ് ഉണ്ടല്ലോ എന്ന്. പക്ഷേ എൻ്റെ ഓയിൽ കൊണ്ടുപോകുന്നവർ മാത്രം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് പേര് അറിയാതെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരുപാട് പേർക്ക് അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം വന്നേച്ച് ഓരോ ഇങ്ങനെ ഓയിലിനെ പറ്റി ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ ഷോർട്സിലൊക്കെ ഇടാറുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഷോർട്സ് നിങ്ങൾക്ക് കിട്ടാത്തത്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ശുഭ എന്ന് പറയും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൊടുക്കണമെന്നും ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ വീഡിയോയ്ക്ക് അത് ശുഭ പറയുന്നില്ലല്ലോ സബ്സ്ക്രൈബ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഉള്ള എല്ലാ വീഡിയോസിലും മുമ്പൊന്നും ഞാൻ അങ്ങനെ പറയത്തില്ല. എനിക്ക് സബ്സ്ക്രൈബ് പെട്ടെന്ന് കയറിയിട്ട് അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് പോകുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ചെറിയ ഒരു അനക്കമുണ്ട്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ചാനൽ കാണണം കേട്ടോ. നല്ല നല്ല ബ്യൂട്ടി ടിപ്സും നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലിനെ പറ്റി, അതായത് കരിമംഗല്യം എല്ലാവർക്കും നിശേഷം മാറ്റുന്ന ഓയിലും എനിക്കുണ്ട്. അപ്പോൾ ആ ഓയിലിനെ പറ്റിയൊക്കെ എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ ഷോർട്സും വീഡിയോസും ഞാൻ പറയാറുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് രാവിലെ ഓയിൽ എഴുതാനിരുന്നില്ല, അതുകൊണ്ട് ഇന്ന് രാവിലെ ഓയിലിനെ പറ്റിയുള്ള ഷോർട്സ് ഒന്നും ഞാൻ ഇട്ടില്ല. അല്ലാതെ എല്ലാ ദിവസവും ഞാൻ എഴുതാനിരിക്കുമ്പോഴും നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലുമൊക്കെ റിപ്ലൈ ആയിട്ട് ഞാൻ ഷോർട്സ് ഇടാറുണ്ട് കേട്ടോ. ഓയിലിനെ പറ്റി എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മുടിയെ വളർത്താനും മുടിക്ക് തണുപ്പ് കിട്ടാനും മുടിയുടെ നര മാറ്റാനും മുടി നല്ല തഴച്ച് വളരാനും എല്ലാം, മുടിയുടെ കൊഴിച്ചിൽ മാറ്റാനും എല്ലാം അത്യുത്തമമാണ് കരിഞ്ജീരകം എന്ന് പറഞ്ഞ സാധനം. അപ്പം 2 സ്പൂൺ കരിഞ്ജീരകം എടുക്കുക, 1 സ്പൂൺ ഉലുവ എടുക്കുക, 1 സ്പൂൺ നീലയമരി പൗഡർ എടുക്കുക, 1 സ്പൂൺ നെല്ലിക്ക പൊടിച്ച ഉണക്ക നെല്ലിക്ക പൊടിച്ച പൗഡർ ചേർക്കുക. അപ്പം ഇത് 4 കൂടെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഈ പറഞ്ഞ അളവിലെടുത്തിട്ട് ഒരു
കാ കിലോ വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് തന്നെ വേണം ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇരുമ്പ് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ തിളച്ച് കഴിയുമ്പോൾ ഈ കരിഞ്ജീരകം, ഉലുവ, നെല്ലിക്ക പൗഡർ, നീലയമരി ഇത്രയും കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി 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 കുറച്ച് കഴിയുമ്പോൾ നല്ല ഒരു പതയൊക്കെ വരും. ആ പത കെട്ടടങ്ങി 4 മൂലയ്ക്കോട്ടും പത ഇങ്ങനെ മാറിക്കഴിയുമ്പോൾ ചെറുതീ വെച്ച് വേണം ഇത് ചെയ്യാൻ കേട്ടോ. ആദ്യം നമുക്ക് നല്ല മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു പത ഇങ്ങനെ പതഞ്ഞു വരുമ്പോൾ നമുക്കതിനെ ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇളക്കി 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 ഈ കരിഞ്ജീരകത്തിൻ്റെയും ഉലുവാടയും എല്ലാത്തിനും കുറച്ച് കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. മുടിയുടെ നരയ്ക്ക് ഏറ്റവും നല്ല കാര്യങ്ങളാണ്. കറിവേപ്പില നല്ല കാര്യമാണ് കേട്ടോ. മൈലാഞ്ചിയിലോട്ടൊന്നും പോകണ്ട, മൈലാഞ്ചിയൊക്കെ ഇട്ടാൽ ചുമന്ന് വരും, അത് വേറൊരു ടൈപ്പ് എണ്ണയാകും. ഇത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇളക്കി നന്നായിട്ട് ഇളക്കി 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 അതിൻ്റെ പതയെല്ലാം കെട്ടടങ്ങുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അവിടെ നന്നായിട്ട് ഇരുന്ന് തണുത്ത് കഴിയുമ്പോൾ കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ച് രാവിലെയും നമുക്ക് നല്ല പോലെ മുടിയിലും സ്കാൽപ്പയിലും ഒന്ന് തേച്ച് നോക്കിക്കേ. ഒരു 1-2 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാൻ പറ്റും, ഉറപ്പുള്ള കാര്യമാണ്. എല്ലാവരും ചെയ്ത് നോക്കിയോ. ഞാനിപ്പം കുറേ ദിവസമായി അത് തേക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. എനിക്ക് മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ബാക്കിലേക്കും എൻ്റെ മുടിയൊന്നും അങ്ങനെ നരച്ചിട്ടില്ലല്ലോ. എനിക്ക് നരയുള്ളത് ഈ 2 സൈഡിലും ഇവിടെ വേണം. അപ്പോൾ ഞാൻ എന്തായാലും ഡൈ തേക്കാതെ ഞാൻ മുന്നോട്ട് പോകാവുന്ന തന്നെ മാക്സിമം നോക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഡൈ തേച്ചാൽ ഒരുപാട് അനന്തരഫലങ്ങൾ അതിൽ നിന്നുണ്ടാവും. അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും ഞാൻ നല്ല കാര്യം അങ്ങ് പറഞ്ഞു തരുന്നേ ഉള്ളൂ കേട്ടോ. ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല, ഡൈ തേച്ചവർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല. കാര്യം ഡൈ തേച്ച് പോയാൽ ഡൈലൂട്ട് തന്നെ അങ്ങ് ആയിപ്പോവും. അല്ലാതെ പിന്നെ നമുക്ക് ഈ നാച്ചുറൽ ടിപ്സ് ഒന്നും ഏക്കത്തില്ല. എന്നാൽ ഈ ഓയിൽ തേക്കുന്നതിനോടൊപ്പം ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്തെങ്കിലും നാച്ചുറൽ ടിപ്സും കൂടെ ഒന്ന് തേച്ച് നോക്കിക്കാൻ നിങ്ങളുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. ഞാൻ ഗ്യാരണ്ടി. നല്ല കറുപ്പും കിട്ടും, നല്ലൊരു മാറ്റം മുടിക്ക് അനുഭവപ്പെടും, മുടി കുഴിച്ചിൽ നിൽക്കും. കരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ സാധാ കാര്യമൊന്നുമല്ല. കരിഞ്ജീരകം 2 സ്പൂൺ കരിഞ്ജീരകം എടുക്കാവുള്ളൂ കേട്ടോ. 2 സ്പൂൺ കരിഞ്ജീരകം, അതിൻ്റെ ഒപ്പം ഉലുവ എന്ന് പറയുമ്പോൾ തണുപ്പാണ്, കരിഞ്ജീരകം ചൂടാണ്, അതുകൊണ്ടാണ് അത് 2 മിക്സ്. പിന്നെ നെല്ലിക്കാപ്പൊടിയും നീലയമരിയും തണുപ്പുള്ള സാധനങ്ങളാണ്, അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ചേർന്ന് മുക്കിയോളും. പിന്നെ വേണമെങ്കിൽ തിളയെല്ലാം കെട്ടടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് തൂക്കി കൊടുക്കാം. അപ്പോൾ ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഒന്ന് അഭിപ്രായം അറിയിക്കണം. എണ്ണ ഉണ്ടാക്കുന്ന കാര്യം അറിയാമല്ലോ. എണ്ണ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം കൂടെ വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോൾ ഈ സാമഗ്രികളെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നല്ല പതഞ്ഞു വരും. ഈ പതഞ്ഞു വരുന്നതിന് 4 വശത്തോട്ടും, പാത്രത്തിൻ്റെ എല്ലാ വശത്തോട്ടും ഈ പത കെട്ടടങ്ങും. അപ്പോൾ നമ്മുടെ ഓയിൽ വാങ്ങാറായി എന്നർത്ഥം. അപ്പോഴത്തേനും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ മൂത്ത് അതിനകത്ത് കിടക്കട്ടെ. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തണുത്തതിന് ശേഷം കുപ്പിയിലോട്ടാക്കുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നല്ലപോലെ സ്കാൽപ്പയിലോട്ട് തേച്ച് മസാജ് ചെയ്ത് നോക്കിക്കേ. നിങ്ങളുടെ മുടി നല്ല കറുപ്പാവുകയും ചെയ്യും, നര മാറുകയും ചെയ്യും കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.